ഒരിക്കൽ ഓഫീസിൽ നിന്നും അവൾ പഠിച്ച കോളേജിൽ ഒരു പ്ലേസ്മെന്റ് ഞാൻ നടത്തി. അന്ന് കുറേ കുട്ടികളെ സെലക്ട് ചെയ്തവരിൽ ഒരാളായിരുന്നു ചാരു. അവളുടെ CV നോക്കിയപ്പോൾ ഓർഫൻ എന്ന് കണ്ടു. എന്തോ അവളെ കണ്ടപ്പോൾ എൻ്റെ ആരോ ആണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അവൾക്കൊരു താങ്ങാകട്ടെ എന്ന് കരുതി ഞാൻ അവളെ എൻ്റെ ഓഫീസിൽ ജോലിക്കെടുത്തു. അവളോട് ഞാൻ സംസാരിച്ചു. അതിൽ നിന്നും അവൾക്ക് അച്ഛനും അമ്മയും ഇല്ലെന്നും ഒരിക്കൽ പോലും അവളെ കണ്ടിട്ടില്ല എന്നും അവൾ പറഞ്ഞു. ഞാൻ അവളെ അവിടുത്തെ സ്റ്റാഫാക്കി. അവളൊരു പാവമാണെങ്കിലും ജോലിക്കാര്യങ്ങളിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു. എല്ലാ ജോലിയും പെട്ടെന്ന് പഠിച്ചെടുക്കും. ഞാൻ എന്ത് വഴക്ക് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് മാത്രം നിൽക്കുന്ന അവളോട് എന്തോ ഒരു പ്രത്യേകത സ്നേഹം എനിക്ക് തോന്നി തുടങ്ങി. ഞാനൊരു സ്റ്റാഫ് എന്നതിലുപരി അവളോട് അടുത്തു. അത് ഓഫീസിൽ ആർക്കും അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം അവരോടൊക്കെ ഞാൻ അത്ര ഹാർഷായിട്ടും ചാരുവിനോട് ഭയങ്കര സോഫ്റ്റും ആയിരുന്നു. പാർഷ്യാലിറ്റി എന്ന് തന്നെ പറയാം. എനിക്കറിയായിരുന്നു ഞാൻ കാണിക്കുന്നത് തെറ്റാണെന്ന്. പക്ഷെ എന്തോ ഒരു സോഫ്റ്റ് കോർണർ ആയിരുന്നു എനിക്ക് അവളോട്. അതെന്താ? അതെനിക്കറിയില്ല ദേവാ. ആദ്യമൊക്കെ അനാഥയാണെന്നുള്ളൊരു സോഫ്റ്റ് കോർണർ. പിന്നെ പിന്നെ അവൾ എനിക്ക് ആരൊക്കെയോ ആണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. മറ്റുള്ളവരെ പോലെ അവളോട് അങ്ങനെ പെരുമാറാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അവളെപ്പറ്റി കൂടുതൽ അറിയാൻ ഞാൻ തീരുമാനിച്ചു. എന്നിട്ട് ഒരു ഞായറാഴ്ച ഞാൻ അവൾ നിൽക്കുന്ന അനാഥാലയത്തിൽ ചെന്നു. ഞാൻ അവിടുത്തെ മദറിനോട് കുറച്ചു നേരം സംസാരിച്ചു. അതിൽ നിന്നും എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. അവൾ എനിക്ക് ആരൊക്കെയോ പോലെയല്ല, മറിച്ച് അവളെൻ്റെ സ്വന്തമാണെന്ന് എനിക്ക് മനസ്സിലായി. അവളെ ചോരക്കുഞ്ഞായിരിക്കുമ്പോൾ അവിടെ നോക്കാൻ ഏൽപ്പിച്ചതാണ് ഒരാൾ. പിന്നെ അവളുടെ ചിലവൊക്കെ അയാളായിരുന്നു നോക്കിയിരുന്നത്. പക്ഷെ അതാരാണെന്നും അങ്ങനെ ഒരാൾ ഉണ്ടെന്നും അവൾക്കറിയില്ല. കാലം മുമ്പോട്ട് പോകെ പിന്നീട് അയാളുടെ മരണവാർത്തയാണ് ആ മദർ അറിഞ്ഞത്. ആരാ അയാള്? ചാരു ഏട്ടൻ്റെ ആരാ? അവൾ സംശയത്തോടെ ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചു. എന്താ ഏട്ടാ? അവൻ ചിരിക്കുന്നത് കണ്ട് അവൾ സംശയത്തോടെ ചോദിച്ചു. ദേവാ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നീയും ഞാനും മാത്രം അറിഞ്ഞാൽ മതി. അവൻ പറഞ്ഞുകൊണ്ട് അവൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ അവളോടും പറഞ്ഞു. ഉള്ളതാണോ ഇതൊക്കെ? ഏട്ടൻ അന്വേഷിച്ചോ? അന്വേഷിച്ചു. എല്ലാം സത്യ. ഇതൊക്കെ ഇവിടെ അറിഞ്ഞാൽ പ്രശ്നമാവില്ലേ ഏട്ടാ? ആകും. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. ചാർച്ചേച്ചിക്ക് ഇതൊക്കെ അറിയായിരുന്നോ? ഇല്ല, അവൾക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ അവളെ പെങ്ങളെപ്പോലെ കാണുന്നു, അവൾ എന്നെ സ്വന്തം ആങ്ങളെപ്പോലെ കാണുന്നു. അതിനപ്പുറം അവൾക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ അവളെ ഇവിടെ കൊണ്ടുവരും. അത് ആദരിക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു. ആദ്യം മുത്തശ്ശിക്കും. മുത്തശ്ശിയും എല്ലാവരെയും പോലെ ആദ്യം ചിന്തിച്ചിരുന്നത് ഞങ്ങൾ തമ്മിൽ മറ്റൊരു ബന്ധമുണ്ടെന്നാ. പിന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് മുത്തശ്ശിയോട് തുറന്നു പറയേണ്ടി വന്നു. അപ്പം മുത്തശ്ശിക്കും അറിയായിരുന്നോ? അറിയാം. അതുകൊണ്ടല്ലേ രുദ്ര ഇവിടെ നിർത്താൻ മുത്തശ്ശി സമ്മതിച്ചത്. രുദ്രയുടെ അച്ഛൻ ആരാ ഏട്ടാ? അത് ചാരുവും ഒരു പയ്യനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. കുറേ വർഷങ്ങളായിട്ടുള്ള സ്നേഹമായിരുന്നു. കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാ അവര്. കൃഷ്ണജിത്ത് എന്നായിരുന്നു അവൻ്റെ പേര്. അവൾ പ്രഗ്നൻ്റ് ആയെന്ന് അറിയുന്നതിന് മുൻപേ തന്നെ ഒരു ആക്സിഡൻറ്റിൽ അവൻ മരിച്ചുപോയി. നല്ലൊരു പയ്യനായിരുന്നു. അതോടെ അവളും തകർന്നു. ഞാൻ അവളോട് പറഞ്ഞതാ ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാന്ന്. അവൾ കേട്ടില്ല. കുഞ്ഞ് വരണമെന്നും അതിനെ കൊല്ലരുതെന്നും അത് ജിത്തേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്നും അവൾ എന്നോട് കരഞ്ഞു പറഞ്ഞു. പിന്നെ അവൻ്റെ പേരും പുറത്ത് പറയരുതെന്ന് അവൾ പറഞ്ഞിരുന്നു. കാരണം അവൻ വലിയ ഒരു കുടുംബത്തിലുള്ളതായിരുന്നു. അവൻ്റെ വീട്ടുകാർ അവളെയും കുഞ്ഞിനെ അംഗീകരിക്കില്ലെന്നും അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ്റെ പേര് പുറത്തു വന്നില്ല. രുദ്ര വരണമെന്ന് അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പലരും പലതും പറഞ്ഞുണ്ടാക്കി. ഞാനതൊന്നും കേൾക്കാൻ നിന്നില്ല. എൻ്റെ ഉള്ളിൽ രുദ്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനും അമ്മയും പോയതിനു ശേഷം എന്നെ നോക്കാൻ മുത്തശ്ശനും മുത്തശ്ശിയും നിർത്തിയ സ്ത്രീയായിരുന്നു ദേവമ്മ. ശരിക്കും ദേവമ്മ എൻ്റെ അമ്മയെപ്പോലെയായിരുന്നു ദേവ. വലിയമ്മ ആതിരയും എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത്. പിന്നെ ഈ കമ്പനി എൻ്റെ കയ്യിലായതിനു ശേഷം അവരിങ്ങനെയൊക്കെ എന്നോട് പെരുമാറാൻ തുടങ്ങിയത്. അച്ചു അപ്പോഴും എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. ചെറിയമ്മയും ചെറിയച്ഛനും വിദേശത്തായിരുന്നു. അതുകൊണ്ടാണ് മുത്തശ്ശി ദേവമ്മ എനിക്ക് കൂട്ടി നിർത്തിയത്. ദേവമ്മയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞതും ദേവമ്മ സന്തോഷത്തോടെ അവളെ നോക്കാൻ വന്നു. 10 മാസം ഞാൻ അവളെ മാറ്റി നിർത്തി ദേവമ്മയോടൊപ്പം. 10ാം മാസം രുദ്ര എൻ്റെ കയ്യിൽ തന്നിട്ട് അവളും പോയി. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഏട്ടാ, അവൾ അവൻ്റെ കൈക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ദേവ എൻ്റെ ചാരുവിനെ. അച്ചുവിനെ പോലെയായിരുന്നു എൻ്റെ കൈപിടിച്ച് അവൾ നടന്നത്. അവളുടെ ജിത്തേട്ടനേക്കാൾ അവൾക്ക് എന്നെയാണ് ഇഷ്ടമെന്ന് അവൾ എപ്പോഴും പറയും. അവൾക്ക് ജനിക്കാതെ പോയി കൂടപ്പിറപ്പാണ് ഞാനെന്ന് അവൾ എപ്പോഴും പറയായിരുന്നു. അവളുടെ നിഷ്കളങ്കതയായിരുന്നു അവളെ എന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. എല്ലാവരോടും സ്നേഹം മാത്രമുള്ളൊരു കൊച്ച്. പക്ഷേ അവൾക്ക് രുദ്രയെ ഒന്ന് കാണാൻ പോലും യോഗമില്ലാതെ അവൾ പോയി. എന്നിട്ട് ചാരുചേച്ചി എവിടെയാണ് ദഹിപ്പിച്ചത്? അവൾ സംശയത്തോട് ചോദിച്ചു. ഇവിടെ തന്നെ, നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ടൊരു മാവുണ്ട്, അവിടെ അടുത്ത്. വലിയമ്മ ഒന്നും ആദ്യം സമ്മതിച്ചില്ല. അവൾ അനാഥയാണെന്നും ഇവിടെ അവളെ ദഹിപ്പിക്കാൻ സമ്മതിക്കില്ലെന്നും വലിയമ്മ പ്രശ്നമുണ്ടാക്കി. മുത്തശ്ശി ഉറപ്പിച്ചു പറഞ്ഞു ചാരു അവിടെ തന്നെ ഉറങ്ങിയാൽ മതിയെന്ന്. നമുക്ക് നാളെ രാവിലെ അവിടെ പോകണം ഏട്ടാ. എനിക്ക് ചാരുചേച്ചിയെ കാണണം. പോകാം. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് തിരികെ പറഞ്ഞു. ദേവരുദ്രയുടെ നെറ്റിയിൽ ചുംബിച്ചു. അഗ്നിയും അവളുടെ കവളിൽ ചുംബിച്ചു. രണ്ടുപേരും അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മയക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് രാവിലെ അഗ്നി ദേവയും കുഞ്ഞിനെയും കൊണ്ട് ചാരുവിൻ്റെ കുഴിമാടത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. മോളെ ചാരു, ദേ ഇതാ ദേവ, നമ്മുടെ രുദ്രമോളുടെ അമ്മ. നീ തന്നെയല്ലേ രുദ്രയ്ക്ക് ഇവളെ കൊടുത്തത്? നീ നോക്കുന്നത് പോലെയാ ദേവ രുദ്രയെ നോക്കുന്നേ. നീ ഇതൊക്കെ കാണുന്നുണ്ടെന്നും അറിയുന്നുണ്ടെന്നും ഏട്ടന് നന്നായിട്ട് അറിയാം. നീ എൻ്റെ കൈകളിൽ തന്നിട്ട് പോയ നിൻ്റെയും ജിത്തുവിൻ്റെയും പ്രണയത്തിൻ്റെ തുടിപ്പ് ഇപ്പം ദേവയുടെ കരങ്ങളിൽ സുരക്ഷിതയാണ്.
മോൾക്ക് സന്തോഷമായോ ഇപ്പോൾ? അവൻ കണ്ണുനീരിൽ കുതിർന്ന പുഞ്ചിരിയുമായി അവളോട് ചോദിച്ചു. ഏട്ടാ, ദേവ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ചാരു ചേച്ചി, ചേച്ചിയെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ചേച്ചിക്ക് ഒരു ഉറപ്പ് തരാം, രുദ്ര എൻ്റെ മകളായിരിക്കും. സോറി, ഞങ്ങളുടെ മകളായിരിക്കും. അവൾ നാക്ക് കടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് നോക്കി. ചേച്ചി നോക്കുന്നത് പോലെ എനിക്ക് അവളെ നോക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ എനിക്കൊരു മകളുണ്ടെങ്കിൽ അവളെ ഞാൻ എങ്ങനെ നോക്കുമോ അതുപോലെ ഞാൻ രുദ്രയെ നോക്കും. ഒരിക്കലും അവളുടെ കണ്ണുകൾ നിറയാൻ ഞാൻ സമ്മതിക്കില്ല. ദേവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആരാ അമ്മ ഇത്? അവർ രണ്ടുപേരും താഴേക്ക് നോക്കി സംസാരിക്കുന്നത് കണ്ട് രുദ്ര സംശയത്തോടെ ചോദിച്ചു. മോളുടെ അമ്മയാ. ദേവ അവളെ നോക്കി പറഞ്ഞു. ഇതോ മോളുടെ അമ്മ? ഇതല്ലേ? അവൾ ദേവയെ ചൂണ്ടി ചോദിച്ചു. അതെ, ഞാനാ മോളുടെ അമ്മ. അതും മോളുടെ അമ്മയാ. ആണോ? ഇവിടാരും ഇല്ലല്ലോ. അവൾ അവിടെ ആരെയും കാണാത്തതും സംശയത്തോടെ ചോദിച്ചു. അത് ഈ അമ്മയെ മോക്ക് കാണാൻ പറ്റില്ല. അമ്മയും മണ്ണിനടിയെ ഉറങ്ങുക, അതുകൊണ്ടാ കാണാൻ പറ്റാത്തത്. കത്തിലില്ലല്ലേ ഞാൻ ഉറങ്ങുന്നേ? മോള് കട്ടില്ല ഉറങ്ങുന്നേ, അമ്മ ഇവിടെ ഉറങ്ങുന്നേ. ആണോ? ആനട ചക്കരെ, അവൾ പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. അവൾ വാപ്പൊത്തി ചിരിച്ചു. ദേവാ, ഞാനെങ്കിൽ ഓഫീസിൽ പോട്ടെ, മോളെയും കൊണ്ട് നീ അകത്തേക്ക് പോയിക്കോ. അവൻ കുഞ്ഞിൻ്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ദേവ അവനെ നോക്കി തലയാട്ടിയതും അവൻ ചിരിയോടെ ദേവയുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. മുറിയിലെ ജനലിൽ കൂടി അത് കണ്ട അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അഗ്നി പോയതും പതിവ് പോലെ ദേവയും രുദ്രയും കളിയും ചിരിയും വിശേഷം പറച്ചിലൊക്കെയായിട്ട് ഇരുന്നു. രുദ്ര, ഇതുകൂടി കഴിച്ചിട്ട് പൊയ്ക്കേ. വേണ്ടമ്മ, എനിക്ക് വയറ് നിറഞ്ഞു. ദേ, ഒരു ഉരുള കൂടിയുള്ളൂ, ഇതുകൂടി കഴിക്കുക. വേണ്ട. അച്ഛൻ വരുമ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുവേ. കൊത്തോ? അവൾ പറഞ്ഞുകൊണ്ട് സിറ്റൗട്ടിലേക്ക് ഓടി. ദേവ അവളുടെ പുറകെ ഓടി. അവർ സിറ്റൗട്ടിലേക്ക് ചെന്നതും ഒരു ഓട്ടോ വന്ന് നിന്നതും ഒന്നിച്ചായിരുന്നു. ദേവ സംശയത്തോടെ അതിലേക്ക് നോക്കി. അതിൽ നിന്നും ഇറങ്ങുന്ന ആളിനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛൻ, അച്ഛേ! അവൾ വിളിച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവളെ അയാളും വിളിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഞാൻ കരുതി അച്ഛയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കുമെന്ന്. അവൾ അയാളുടെ നെഞ്ചിൽ തലവെച്ചുകൊണ്ട് പറഞ്ഞു. ഞാനൊന്നും അറിഞ്ഞില്ല മോളെ. എൻ്റെ മോളുടെ അവസ്ഥ കൊണ്ടാണ് മോൾ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് അച്ഛൻ അറിയില്ലായിരുന്നു. അച്ഛൻ മോളെ ഒന്ന് കേൾക്കാൻ പോലും നിന്നില്ലല്ലോ അന്ന്. എൻ്റെ മോളെ ഞാൻ തള്ളി പറഞ്ഞില്ലേ? സാരമില്ല അച്ഛേ, അച്ഛയ്ക്ക് ഇപ്പം മനസ്സിലായല്ലോ. എനിക്ക് സന്തോഷമായി. എനിക്കറിയായിരുന്നു അച്ഛൻ എന്തെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന്, എന്നെ തിരക്കി വരുമെന്ന്, ഇതുപോലെ എന്നെ ചേർത്ത് പിടിക്കുമെന്ന്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മോൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ അന്ന് മോളെ കേൾക്കാതെ പോയത്? ദേഷ്യമല്ല അച്ഛേ, വിഷമമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് അച്ഛൻ വിശ്വസിച്ചില്ലേ? മാപ്പ് മോളെ, എൻ്റെ കുഞ്ഞിനെ മനസ്സിലാക്കാതെ പോയത്. സാരമില്ല അച്ഛേ, ഇപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി. അമ്മയും ചേച്ചിയൊക്കെ കുഴപ്പമില്ല മോളെ, അവർക്കെല്ലാം വിഷമമായിരുന്നു നീ പോയത്. പിന്നെ ഞങ്ങൾ മനസ്സ് തുറന്നൊന്ന് സന്തോഷിച്ചിട്ട് പോലും ഇല്ല. വിളിച്ചാൽ എന്നോട് ദേഷ്യമാവുമെന്ന് കരുതിയാണ് ഞാൻ വീട്ടിലേക്ക് വിളിക്കാഞ്ഞത്. സാരമില്ല, അച്ഛൻ ഇപ്പം എല്ലാം മനസ്സിലായല്ലോ. ഞാൻ മോളെ കൊണ്ടുപോകാൻ വന്നതാ. മോള് പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വാ. അയാളത് പറഞ്ഞതോ അവൾ സംശയത്തോടെ അയാളെ നോക്കി. ദത്തേട്ടും വന്ന് സംസാരിച്ചിട്ടല്ലേ അച്ഛൻ വന്നത്? ആര്? അഗ്നിദത്തനോ? അതെ. അല്ല പിന്നെ? അവൾ സംശയത്തോട് ചോദിച്ചു. ഞാൻ വേറൊരാൾ പറഞ്ഞറിഞ്ഞതാ. അങ്ങനെ അവൻ്റെ പിഴച്ചു പറ്റ കൊച്ചിനെ നോക്കേണ്ട ഗതികേടൊന്നും എൻ്റെ മോൾക്കില്ല. നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. അച്ഛൻ കരുതുന്നത് പോലെ ഒന്നും അല്ല. ദത്തേട്ടൻ്റെ കുഞ്ഞല്ല അത്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അവൻ്റെ കുഞ്ഞല്ലെങ്കിൽ പിന്നെ അവൻ എന്തിനാ ഈ കൊച്ചിനെ സംരക്ഷിക്കുന്നേ? അവൻ നിന്നെ പറഞ്ഞു പറ്റിക്കാൻ മോളെ. അവൻ കുറേ നാൾ കൊണ്ടു കിടന്നതല്ലേ ആ പെണ്ണിനെ. അത് അവൻ്റെ കുഞ്ഞ് തന്നെയാ. അച്ഛൻ വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അവൾ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, എനിക്കിനി ഒന്നും സംസാരിക്കാനില്ല. ഞാനെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. നീ പോയി നിന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വാ. അമ്മേ! രുദ്ര വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവളെ രുദ്രയെ കയ്യിലെടുത്തു. അയാൾ സംശയത്തോടെ രുദ്രയെ നോക്കി. അച്ഛാ, ഇതാ രുദ്രമോള്. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ കുഞ്ഞിനെ ഒന്ന് നോക്കിയിട്ട് മുഖം മാറ്റി. ദേവാ! അയാൾ വീണ്ടും ദേഷ്യത്തോടെ വിളിച്ചു. അച്ഛൻ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അമ്മേ, ഇതാരാ? അവൾ അയാളെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. ഇത് അമ്മയുടെ അച്ഛനാ. മോളിത് ആരാ? മോളുടെ മുത്തശ്ശനാ. ദേവ പറഞ്ഞതും അയാൾ ദേഷ്യത്തോടെ അവളെ നോക്കി. മുത്തനാണോ? അതെ, മുത്തനാ. അവൾ പറഞ്ഞു കൊടുത്തു. അയാൾ സംശയത്തോടെ നോക്കി. അത് മോള് മുത്തശ്ശി മുത്തീന്നാ വിളിക്കുന്നത്. മുത്തശ്ശൻ മുത്തനാണെന്ന് മുത്തശ്ശിയാ പറഞ്ഞു കൊടുത്തത്. ദേവ അയാളെ നോക്കി പറഞ്ഞു. അയാൾ ഒന്നും തന്നെ മിണ്ടിയില്ല. ആരാ മോളെ ഇത്? പുറത്തുനിന്ന് സംസാരം കേട്ടത് മുത്തശ്ശി ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു. മുത്തശ്ശി, ഇതെൻ്റെ അച്ഛനാ. അതെയോ? എന്നിട്ട് മോളെന്താ അച്ഛനെ അവിടെ തന്നെ നിർത്തിക്കളഞ്ഞേ? കയറി വരാൻ പറയേ. ഞാൻ പറഞ്ഞതാ, കയറി വാ ദേവയുടെ അച്ഛാ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. മുത്തശ്ശി അയാളെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ടമ്മേ, ഞാൻ ഇരിക്കാനോ സംസാരിക്കാനോ ബന്ധം പുതുക്കാൻ വേണ്ടിയോ വന്നതല്ല. ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോകാൻ വന്നതാ. അത് ദേവ ഇപ്പം അഗ്നിയുടെ ഭാര്യയാണ്, അമ്പിളി പറഞ്ഞു. അതുകൊണ്ട് ആലോചിച്ചുറപ്പിച്ച് കെട്ടിച്ചൊന്നും അല്ലല്ലോ. എൻ്റെ മോളെ അവൻ ഭീഷണിപ്പെടുത്തി കിട്ടിയതല്ലേ. അതും 2 വർഷത്തെ കരാറടിസ്ഥാനത്തിൽ. ആ 2 വർഷം കഴിഞ്ഞ് എൻ്റെ മോള് പിന്നെ എന്ത് ചെയ്യണം?
പിന്നെ എൻ്റെ മോക്ക് നല്ലൊരു ജീവിതം കിട്ടുമോ? നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും മോക്ക ഇത് സംഭവിച്ചെങ്കിൽ നിങ്ങൾ ഇതുപോലെ സംസാരിക്കുമോ? കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകൊച്ചിൻ്റെ ജീവിതം വെച്ചാണോ കളിക്കുന്നത്? നോക്കമ്മേ, എനിക്കറിയാം നിങ്ങളുടെ അത്രയും പണവും പ്രതാപവും ഒന്നും ഞങ്ങൾക്കില്ലെന്ന്. എന്ന് കരുതി അന്തസ്സില്ലാത്തൊരു പരിപാടിക്ക് ഞാൻ നിൽക്കില്ല. ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോകാൻ വന്നതാ. ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. ദേവയുടെ അച്ഛൻ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. എൻ്റെ മോളെ ആണെങ്കിൽ ഞാനിങ്ങനെ നിർത്തില്ല. സത്യം പറയാലോ, അപ്പോഴും ഞാൻ വിളിച്ചുകൊണ്ട് പോയേനെ. നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നത് വല്ലവരും പിഴച്ചുപെട്ട സന്തതിയെ നോക്കാനാണോ? സരോജിനി അത് ഏറ്റുപിടിച്ചു. സരോജിനി, മുത്തശ്ശി ദേഷ്യത്തോടെ വിളിച്ചു. സത്യമല്ലേ അമ്മേ ഞാൻ പറഞ്ഞത്? നമ്മുടെ അച്ഛനും ആദരിക്കാണ് ഈ അവസ്ഥ വന്നെങ്കിൽ നമ്മൾ നോക്കി നിൽക്കുമോ? ദേവയുടെ അച്ഛൻ പറയുന്നതാ ശരി. ഇങ്ങനെ ഇവിടെ ദേവയെ നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ആ കുട്ടിക്ക് നല്ലൊരു ജീവിതമുണ്ട്. അത് ആരുടെയും കൊച്ചിനെ നോക്കി കളയാനുള്ളതൊന്നും അല്ല. അവർ എരുത്തിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ പറഞ്ഞു. ദേവ, വാ എൻ്റെ കൂടെ. അയാൾ അവളുടെ കയ്യിൽ പിടിച്ചു. അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. മുത്തശ്ശി. അവൾ മുത്തശ്ശിയെ നോക്കി വിളിച്ചു. ദേവയുടെ അച്ഛ, അഗ്നി വന്നിട്ട് പോരെ മോളെ കൊണ്ടുപോകുന്നത്? അവനവളുടെ ഭർത്താവല്ലേ? ഭർത്താവ് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി താലി കെട്ടിയതിന് എന്ത് യോഗ്യതയുണ്ട് അവളുടെ അച്ഛനോട് അവളെ കൊണ്ടുപോകരുതെന്ന് പറയാൻ? അയാൾ ദേഷ്യത്തോട് ചോദിച്ചു. അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. മോൾക്കിപ്പോൾ ഞാനില്ലാതെ പറ്റില്ല. പ്ലീസ് അച്ഛേ. അമ്മേ. രുദ്ര അവളുടെ കാലിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. മോളെ. അവളും കരഞ്ഞുകൊണ്ട് വിളിച്ചു. അമ്മ, മോളെ വിറ്റിട്ട് പോവാനോ? മോളി പാവമല്ലേ? മോള് കുറുമ്പൊന്നും കാണിച്ചൂല. മോള് ചോറ് കച്ചോളാം. അമ്മ പോണ്ട. അവൾ ദേവയുടെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. മാറി നിൽക്കു വച്ചേ, നിന്റെ അമ്മ പോട്ടെ. നശൂലം പിടിച്ച സാധനം. സരോജിനി രുദ്രയെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ തൊട്ടുപോകരുത്, കൊന്നുകളയും ഞാൻ. അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന അവൾ ദേഷ്യത്തോടെ അവർക്ക് നേരെ കൈ ചൂണ്ടി. എല്ലാവരും അവളുടെ മാറ്റത്തിൽ അത്ഭുതപ്പെട്ടു. അയാളുടെ കൈകൾ അവളുടെ കയ്യിൽ നിന്നും അയഞ്ഞു. സരോജിനി പേടിച്ച് പുറകിലേക്ക് മാറി.